അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന മരത്തിൻ്റെ കസാലയാണ്. നമ്മൾ ലോക്കൽ തടി കൊണ്ടൊക്കെ നമ്മളെ കാട്ടിലൊക്കെ ഉണ്ടാകുന്ന മരം കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഒരു കസാര ഉണ്ടാക്കിയെടുക്കാം. ഫർണിച്ചർ കസാര, നമുക്ക് ഡിസൈൻ കസാര നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങളിത് വെട്ടുമ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും എന്താ ഇപ്പോൾ ഇവർ ഉണ്ടാക്കുകയാണ്. നമ്മളിത് മോഡൽ കസാരയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോ കണ്ടുപോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇത് മുറിക്കാൻ പോവാണ്. നമ്മൾ ഏകദേശം ഒരു 45 സെൻറ്റിമീറ്ററാണ് നമ്മൾ ഇതിൻ്റെ ഒരു നീളം എടുക്കുന്നത്. ഏകദേശം നമ്മളിവിടെ മാർക്കിയിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു 4 പീസ് നമുക്ക് വേണം. നമുക്കൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഒരു പീസ് ഇതേപോലെ പീസായിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു 4 പീസ് നമുക്ക് എടുക്കണം. ഇതിൻ്റെ ബാക്കി ഒരു 3 പീസ് കൂടി നമുക്ക് മുറിച്ചെടുക്കാം. അടുത്ത മരത്തിൻ്റെ തൂല് കളിയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ എടുക്കുന്ന മരം എന്ന് പറഞ്ഞാൽ സീമകൊന്നാറിൻ്റെ മരമാണ്. നമ്മളെ നാട്ടിലൊക്കെ പൊതുവേ കാണുന്ന മരമാണ്. ഇതിനോട് ഈസി ആയിട്ട് ഉണ്ടാക്കുക. അതെല്ലാം ഉണങ്ങി കഴിഞ്ഞാൽ നല്ല അടിപൊളി ഉറപ്പാണ്. അപ്പോൾ നമ്മളെ കസാരൻ്റെ 4 കാല് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് റെഡിയാക്കും. ഇവിടെ നിന്ന് നമുക്ക് മാർക്ക് ചെയ്യേണ്ടതുണ്ട്. നിർത്തി നമ്മളിത് ഈ കാണുന്ന 2 സൈഡ് നമ്മൾ കട്ട് ചെയ്യും. ഇതിൻ്റെ ഈ പോർഷൻ മാത്രം നമ്മൾ നിർത്തണം. അതുപോലെ തന്നെ 4 കാലിന് ഇതേവട്ടം നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തതിനു ശേഷം ഈ ഭാഗം നമ്മൾ ജസ്റ്റ് ഏകദേശം ഒരു ഈ ലെവലിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കും. നമ്മളൊരു 6 സെൻറ്റിമീറ്റർ ഇതിലാണ് നമ്മൾ താഴേക്ക് ഇത് കട്ട് ചെയ്യുന്നത്. നമുക്ക് 6 സെൻറ്റിമീറ്ററിൽ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, നമുക്ക് ഇവിടെ നേരത്തെ മാർക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് ജസ്റ്റ് അടിക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ 3 പീസ് നമുക്ക് ഇതുപോലെ നമുക്ക് കറക്റ്റായിട്ട് മുറിച്ചെടുക്കാം. ഇതാണ് പീസ് ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ വിലങ്ങ് വെക്കാനുള്ള, അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് കണക്ഷനുള്ള ഒരു കമ്പ് നമുക്കിത് 4 പീസ് നമുക്ക് മുറിച്ചെടുക്കണം. നമുക്കത് നേരെ മുറിച്ചെടുക്കാം. 50 സെൻറ്റിമീറ്ററിൽ ഇവിടെ മാർക്ക് ചെയ്തെടുക്കാം. അങ്ങനത്തെ ഒരു 4 പീസ് നമ്മൾ എടുക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, നമ്മൾ ഇങ്ങനെ വിലങ്ങലിൻ്റെ കഷ്ണമാണ് നമ്മളിത് മുറിച്ചെടുത്തത്. നമുക്ക് ജസ്റ്റ് ഈ 2 പീസാണ് നമ്മളിത് വിലങ്ങ് വെക്കാൻ വേണ്ടി ഇങ്ങനെ മുറിച്ചെടുത്തത്. ഇത് സെൻറ്റർ കയറി ഒന്ന് ലെവലാക്കി കൊടുക്കാം. നേരത്തെ കട്ട് ചെയ്ത കഷ്ണത്തിന് സെൻറ്റർ കയറിയിട്ട് നമ്മൾ വിലങ്ങ് വെക്കുന്നത് ഇതിന് സെൻറ്റർ നമുക്കൊന്ന് കീറി വെക്കും. ഫസ്റ്റത്തെ 2 പീസ് നമുക്ക് റെഡി ആയിട്ടുണ്ട്.
രണ്ടാമത്തെ പീസ് നമുക്ക് റെഡിയായി. പീസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മളിങ്ങനെയാണ് ഈ രണ്ട് കാലിൻ്റെ ജോയിൻ്റായിട്ട് ഇങ്ങനെ കൊടുക്കും നമ്മൾ. ഫ്രണ്ട്സ്, നമുക്ക് അടുത്ത് ഇതിൻ്റെ നമ്മൾ കസേരൻ്റെ വലിയ രണ്ട് കാല് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയില്ല. നമുക്ക് അതിൻ്റെ അളവ് നിർത്താം. അത് 90 സെൻറ്റിമീറ്ററിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. ഇങ്ങനത്തെ 2 പീസാണ് നമ്മൾ എടുക്കുക. ഒന്ന് കട്ട് ചെയ്ത് ഫ്രണ്ട്സ്, നമുക്ക് അടുത്ത ഇതിൻ്റെ ബാക്കത്തെ കാല് നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ കാലിൻ്റെ ലെവലിൽ നമ്മൾ നേരത്തെ മുറിച്ചെടുത്ത കാലിൻ്റെ ലെവലിൽ നമുക്ക് മാർക്ക് ചെയ്താണ്ട് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ 2 സ്ഥലത്ത് മാർക്ക് ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് അത് ഈ ഭാഗവും ഈ ഭാഗവും കട്ട് ചെയ്ത് കൊടുക്കാം. രണ്ടാമത്തെ സൈഡ് ഭാഗം നമുക്ക് കട്ട് ചെയ്തു. നമ്മൾ മാർക്ക് ചെയ്ത 2 ഭാഗം നമ്മൾ ആദ്യം ഈ ഭാഗം കട്ട് ചെയ്ത് അതുപോലെ ഈ ഭാഗം കട്ട് ചെയ്തു. ഇങ്ങനത്തെ ഒരു പീസ് നമ്മളുണ്ട്. അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ 2 മെയിൻ കാലം നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമ്മളിതിൻ്റെ ബാക്കത്തെ കസേരൻ്റെ ബാക്കത്തെ പീസാണിത്. നമുക്കിതിന് വിലങ്ങുള്ള പീസ് ഒന്ന് മേടിച്ചു കൊടുക്കാം. നേരത്തെ മുറിച്ച് ഓക്കെ. നമ്മളെ കസേരൻ്റെ 2 ബാക്കിൽ 2 പീസ് റെഡി. നമുക്ക് മറ്റേ കാലത്ത് നമുക്ക് ഇതുമായി അടിച്ച് റെഡിയാക്കി എടുക്കാം. ഫ്രണ്ട്സ്, നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഈ കാൽമക്ക് നമുക്ക് ഇത് 2 പാർട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. നമ്മളെ ചെയറിൻ്റെ ബാക്ക് ഭാഗം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ ഒന്ന് അടിച്ച് റെഡിയാക്കുക. ലെവലാക്കി പിടി. നമ്മൾ ഈ സൈഡത്തെ ഈ വിലങ്ങുള്ള ഒരു കഷ്ണം നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം ജസ്റ്റ് ഒന്ന് അളന്ന് ശേഷം കട്ട് ചെയ്യാം. അത്യാവശ്യം വലുപ്പത്തിൽ നമ്മൾ എടുക്കണം. ഫ്രണ്ട്സ്, നമ്മൾ ഇവിടേക്കുള്ള ഈ സൈഡിലേക്കുള്ള പീസ് നമ്മൾ
നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് റെഡി ആക്കിയിട്ടുണ്ട്. നമുക്ക് അതിനുള്ള പീസുകൾ ഇതുപോലെ നമ്മൾ ചെത്തി റെഡി ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ അടിച്ചു കൊടുക്കാം. നമുക്കിനി ഇവിടെ അടിച്ചു കൊടുക്കാം. ഇതുപോലെ നമ്മൾ ഇതിവിടെ നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ഭക്ഷണം നമ്മളിവിടെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിയില്ലേ ഈ ഭാഗങ്ങളൊക്കെ ഇതുപോലത്തെ ഇത് വെച്ച് നമുക്ക് ലെവലാക്കി ഫില്ല് ചെയ്ത് കൊടുക്കാം. നമ്മളിത് രണ്ടാമത്തേത് അടിക്കാൻ പോവാണ്. ഫ്രണ്ട്സ്, നമ്മളിതിന് ഫ്രണ്ട് ഭാഗം നമുക്കിതിനും ഫിനിഷ് ആയി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ബാക്കും മറ്റേ സൈഡൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കാം. നമുക്ക് ഈ സൈഡ് ഫില്ല് ചെയ്യാനുള്ള ഇതുപോലത്തെ പീസ് നമുക്ക് ഇതുമൊന്ന് മുറിച്ചെടുക്കാം. ഫ്രണ്ട്സ്, നമ്മൾ ഈ ഭാഗത്തിൽ ഏകദേശം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അപ്പുറം ആ ഭാഗത്ത് നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് അതുകൂടി ഒന്ന് അടിച്ചു കൊടുക്കാം. നമ്മൾ ഈ ഭാഗം നേരത്തെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗം നമുക്ക് അപ്പുറത്തെ ഭാഗം മാത്രമേ ഉള്ളൂ. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മേലുള്ള നമ്മളെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് നമുക്ക് ചെയ്യാണ്ട് അടുത്തത് അതിനൊരു ചെറിയ പീസൊക്കെ അടിച്ചതിന് ശേഷമാണ് നമുക്ക് ചെയ്യാൻ. ഇനി അടുത്ത ഈ ഭാഗം നമ്മൾ അടിക്കാൻ പോകണം. ഇതാ ഫ്രണ്ട്സ്, നമ്മൾ ഇനി ഇവിടുത്തെ ഈ ഭാഗം നമ്മളിതിൻ്റെ സീറ്റിങ്ങിനുള്ള ഭാഗം നമ്മൾ അറേഞ്ച് ചെയ്യാൻ പോകണം. അതിന് നമ്മൾ പീസ് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്കൊരു ഒരു 2 പീസ് ഈ ഭാഗത്തൊരു പീസ്, ഇതുപോലെ ഈ ഭാഗത്തൊരു പീസ്, അതിൻ്റെ മേലെ നമുക്ക് ഈ സൈഡിലേക്ക് നമുക്ക് വേറെ നമ്മൾ അടിച്ചു കൊടുക്കും. നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം. നമ്മൾ നേരത്തെ മുറിച്ച പീസ് നമുക്ക് ഇവിടെ അടിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ നോക്കിയില്ലേ. ഫ്രണ്ട്സ്, നമ്മൾ ഇതുപോലെ ഒരു ചെറിയ പാർട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഇതിൻ്റെ ഗ്യാപ്പിലേക്ക് ഇറക്കി വെക്കാനാണ്. അതുകൊണ്ട് ഇതിൻ്റെ ഗ്യാപ്പിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ അടിച്ചുണ്ടാക്കിയത്. ഈ ഗ്യാപ്പ് നമ്മൾ നേരത്തെ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഇത് ഒരു പീസ് നമ്മൾ അടിച്ചു കൊടുക്കണം. അതിൻ്റെ ഭാഗമാണിത്. നമുക്ക് ഇതേപോലെ ഇവിടെ അടിച്ചു കൊടുക്കണം. നമുക്കതൊന്ന് അടിച്ചു കൊടുക്കാം.
ഫ്രണ്ട്സ് നമ്മളെ ഇതിൻ്റെ നെറുത്ത പ്ലാറ്റ്ഫോമാണ് നമ്മൾ അടിച്ചുണ്ടാക്കുന്നത്. ഇത് ഏകദേശം അതിൻ്റെ പണി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ഫുൾ അടിച്ചതിന് ശേഷം നമുക്ക് അതിന് ഫിറ്റ് ചെയ്യാം. ഫിറ്റാക്കിയിട്ട് ബാക്കി ഉള്ളത് ഇതൊക്കെ നോക്കാം. ഓക്കെ, അത് ഫിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ചെറിയ പോർഷൻ അടിച്ചെടുക്കാം. ഇങ്ങനെ ചെറിയ പോർഷൻ ഇവിടെ അടിച്ചെടുക്കാണ്ട് ഫ്രണ്ട്സ്, നമുക്ക് ഇതിൻ്റെ ബാക്ക് ഭാഗം നമുക്കിത് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച പീസ് കൊണ്ട് നമ്മൾ അടിച്ച് ലെവലാക്കി എടുക്കാം. ചെയറിൻ്റെ ഈ ചാരിയിരിക്കുന്ന ഭാഗത്തിൻ്റെ ബാക്കി പീസുകൾ നമുക്ക് അടിച്ചു കൊടുക്കാം. നമുക്ക് ലാസ്റ്റ് പാർട്ടൊന്ന് ഒരു കഷ്ണം കൂടിയിട്ട് അടിച്ചു. ഓക്കെ, അത് റെഡി. ഫ്രണ്ട്സ്, നമ്മുടെ കസാര റെഡി ആയിട്ടുണ്ട്. നമ്മൾ സാധാരണ മരം കൊണ്ട് നിർമ്മിച്ച കസാരയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് ഇത് ഫർണിച്ചർ മോഡൽ ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഈസി ആയിട്ട് നിങ്ങളിത് ജസ്റ്റ് ഒരു ഐഡിയ കൊണ്ട് ജസ്റ്റ് ഒരു ചിന്താഗതി കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇത് സക്സസ് ആവുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഇതല്ല അടിപൊളിയായിട്ട് ഞാൻ ഇന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതുപോലെ നമുക്ക് അത്യാവശ്യം നല്ല വെയിറ്റുള്ള ആൾക്കൊക്കെ ഇതുപോലെ നന്നായിട്ട് ഇരിക്കാവുന്നതാണ്. അല്ല, അത്യാവശ്യം നല്ല ഉറപ്പുള്ള ഒരു മരം തന്നെയാണ്. സീമോന്നാന്ന് മരം കൊണ്ടാണ് നമ്മളിത് നിർമ്മിച്ചിട്ടുള്ളത്. നിങ്ങൾക്കിത് തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ വിലപ്പെട്ട കമൻറ്റുകളൊക്കെ നിങ്ങൾ വീഡിയോക്ക് താഴെ ഒന്ന് രേഖപ്പെടുത്തുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ അതിൻ്റെ അടിയിലെ ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, നല്ല അടിപൊളി മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ഇറ്റ്സ് മീ രാകേഷ് സൈനിങ് ഔട്ട്.